ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. അപ്പം നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിലെ ചില കഥകൾ, ചില അനുഭവങ്ങൾ, ഞാനും അമ്മയായിട്ടുള്ള ബന്ധത്തിൻ്റെ കഥകൾ പറഞ്ഞ് രണ്ടാം ഘട്ടം വരെ എത്തി നിൽക്കുകയാണ്. ഒന്നാം ഘട്ടത്തിൽ ഒതുക്കാൻ നോക്കി, ഒന്നാം ഘട്ടം പറഞ്ഞ് തീർന്നില്ല, രണ്ടാം ഘട്ടവും പറഞ്ഞ് തീർന്നില്ല. അപ്പം നമ്മൾ മൂന്നാം ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. മൂന്നാം ഘട്ടത്തിലെങ്കിലും തീരുമോ എന്ന് നമുക്ക് നോക്കാം. മൂന്നാം ഘട്ടത്തിൽ തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. അപ്പോൾ അന്ന് എന്തൊക്കെ പറഞ്ഞു, ആദ്യത്തതും രണ്ടാമത്തതും എന്തൊക്കെ പറഞ്ഞെന്ന് അറിയില്ല. എന്തായാലും അപ്പം നമുക്ക് മൂന്നാം ഘട്ടം തുടങ്ങാം. പറയാൻ ഞാൻ റെഡിയാണ്. എൻ്റെ കഥ പറയാൻ, ഞാനും അമ്മയായിട്ടുള്ള ബന്ധത്തിൻ്റെ കഥ പറയാൻ ഞാൻ റെഡിയാണ്. കേൾക്കാൻ നിങ്ങൾ റെഡിയാണോ? എന്നാൽ നിങ്ങളും എൻ്റെ കൂടെ വന്നോളൂ. ഞാൻ കഥ പറയാം, നിങ്ങൾ കേൾക്കാൻ റെഡിയായിട്ട് നിന്നോളൂ. കേൾക്കുന്നവർ കേൾക്കട്ടെ, അല്ലാത്തവർ പോട്ടെ. അപ്പം നമ്മൾ അന്ന് പറഞ്ഞു വന്നത് എൻ്റെ കുട്ടിക്കാലത്തുള്ള ആ തുടക്ക സമയമൊക്കെ പറഞ്ഞ് രണ്ടാം ഘട്ടവും പറഞ്ഞ്, രണ്ടാം ഘട്ടത്തിൽ നമ്മൾ അമ്മ നമ്മുടെ കൂടെ വന്നതിന് ശേഷം ഉള്ള നന്മയും തിന്മയും, അമ്മ നമ്മുടെ കുടുംബത്തിൽ വന്നതിന് ശേഷമുള്ള നന്മയും തിന്മയും പറയാം, നല്ലതും ചീത്തയും പറയാം. അപ്പോൾ ആദ്യം നമുക്ക് ചീത്ത പറയാം. ആദ്യം വന്നപ്പോഴുള്ള നാശം, നമ്മുടെ കുടുംബത്തിൽ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറയാം. അടുത്ത് അതിന് ശേഷമുള്ള കഥകളും കാര്യങ്ങളും പറയാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ 16, 12, 16 ആ പ്രായത്തിലുള്ള സംഭവമാണ് നിങ്ങളോട് പറഞ്ഞത്. അപ്പം നമ്മളതിന് ശേഷം നമ്മളെ കല്യാണമൊക്കെ കഴിഞ്ഞ് 12, 16 വയസ്സിലുള്ള ആ സമയത്താണ് അമ്മ നമ്മളിലോട്ട് വന്നത്. അതിനുശേഷം 20 വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ കല്യാണം കഴിഞ്ഞു. നമ്മളെ കല്യാണം കഴിഞ്ഞെങ്കിലും കല്യാണത്തിലും ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കല്യാണം എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള കല്യാണമായിരുന്നു കേട്ടോ. പെട്ടെന്നുള്ള 1 മാസം കൊണ്ടുള്ള കല്യാണമായിരുന്നു. എൻ്റെ ചേട്ടായിയൊക്കെ നമ്മളെ ഏറ്റവും അടുത്ത ബന്ധമാണ്. നമ്മളെ ഒരപ്പച്ചിയുടെ മോനൊക്കെയാണ്. പക്ഷെ പുള്ളിയെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. കുട്ടിക്കാലത്ത് ആയാലും തലയെടുത്ത് അറിവായതിനു ശേഷവും പുള്ളിയെ എനിക്കറിയത്തില്ല. പക്ഷേ പുള്ളിയുടെ ഫാമിലിയൊക്കെ എനിക്കറിയാം കേട്ടോ. പുള്ളിയുടെ ഫാമിലിയൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. പുള്ളിയുടെ അമ്മയും അപ്പനെയൊന്നും എനിക്കത്ര അറിയത്തില്ലായിരുന്നു. കാരണം എൻ്റെ ചേട്ടായിയുടെ മൂത്ത സഹോദരിയുടെ ഫാമിലിയെ നമുക്ക് നന്നായിട്ട് അറിയായിരുന്നു. ചേട്ടായിയുടെ മൂത്ത സഹോദരിയുടെ മോൻ നമ്മളെ വീടുമായിട്ടൊക്കെ നല്ല അടുപ്പമുള്ളൊരു ആളായിരുന്നു. കാരണം അടുപ്പമുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ അച്ഛൻ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു. ഗവൺമെൻറ് പ്രസ്സിലായിരുന്നു അച്ഛന് ജോലി. പോരാത്തിന് അച്ഛൻ അത്യാവശ്യം നാട്ടിലൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. അറിയപ്പെടുന്ന വ്യക്തി എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും എൻ്റെ അച്ഛൻ്റെ പേര് രവീന്ദ്രനാണ്. അച്ഛനെല്ലാവരും നമ്മുടെ നാട്ടിലൊക്കെ രവിസാർ എന്ന് പറയുമ്പോൾ രവിസാറിൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ ഇന്നും എന്നെ അങ്ങനെ ആർക്കും അറിയണ്ട. പക്ഷെ ഞാൻ ചിലരോട് ചോദിക്കും, ഞാൻ രവിസാറിൻ്റെ മോളാണെന്ന് പറയുമ്പോൾ ആണോ എന്ന് ചോദിക്കും. എന്നെ അങ്ങനെ എൻ്റെ ബന്ധുക്കൾക്കായാലും ആർക്കും എന്നെ അങ്ങനെ വലുതായിട്ട് അറിയില്ല. എൻ്റെ ചേച്ചീനെ അണ്ണനെയൊക്കെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അപ്പം നമുക്ക് ഒരു കയറിൻ്റെ കഥയൊക്കെ ഞാൻ പിന്നെ പറയാം കേട്ടോ. കയറിൻ്റെ കഥയൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ പറയാം. അപ്പോൾ ഈ കയർ സൊസൈറ്റി എന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അച്ഛൻ അവിടുത്തെ പ്രസിഡൻറ്റ് കാര്യമൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ ഈ സഹോദരി ഭർത്താവിൻ്റെ സഹോദരിയുടെ മോൻ അവിടുത്തെ ഒരു ജീവനക്കാരനായിരുന്നു. അപ്പോൾ അതിൻ്റെ ആവശ്യമായിട്ട് നിത്യം നമ്മുടെ വീട്ടിലൊക്കെ പോക്ക് വരവും ഈ ചെക്കൊക്കെ മാറണമെങ്കിൽ പ്രസിഡൻ്റൊക്കെ ഒപ്പിട്ട് കൊടുത്താലല്ലേ മാറാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മളെ വീട്ടിൽ ഇങ്ങനെ പോക്ക് വരവുള്ളതുകൊണ്ട് പിന്നെ ചേട്ടായിയുടെ മൂത്ത സഹോദരിയുടെ ഫാമിലിയൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എൻ്റെ ചേട്ടായി അറിയില്ല, ചേട്ടായിയുടെ അച്ഛനെ അമ്മയെ അറിയത്തില്ല, ബാക്കി ആരെയും എനിക്കറിയത്തില്ല. അറിയാന്നുള്ള ചേട്ടായിയുടെ മൂത്ത സഹോദരിയെയും മക്കളെയൊക്കെ അറിയാം. ബാക്കി ആരും എനിക്കറിയത്തില്ല. അപ്പോൾ എൻ്റെ ചേട്ടായി ഗൾഫിലൊക്കെ ആയിരുന്നു. 10, 18, 20 വയസ്സിൽ ഗൾഫിൽ പോയതാണ്. അപ്പോൾ പുള്ളിക്ക് ഇങ്ങനെ തകൃത വെച്ച് കല്യാണം ആലോചിച്ചുകൊണ്ടിരുന്നു കേട്ടോ. ഞാൻ കഥ പറഞ്ഞ് വരുമ്പോണ്ടല്ലേ എൻ്റെ ജീവിതത്തിൽ മൊത്തം കഥയും നിങ്ങളോട് ഷെയർ ചെയ്യേണ്ടി വരികയാണ്. ഇതിപ്പോൾ മൂന്നാം ഘട്ടത്തിലും തീരുവില്ലെന്നാണ് തോന്നണം. അപ്പോൾ പുള്ളിക്ക് ഇങ്ങനെ കല്യാണ ആലോചന തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കല്യാണം ഒന്നും ആവുന്നില്ല കേട്ടോ. ഒരുപാട് സ്ഥലത്ത് കല്യാണം ആലോചിക്കാൻ പോയിട്ടും കല്യാണം ഒന്നും ആയില്ല. ആ സമയത്ത് എൻ്റെ ഈ ചേട്ടായിയുടെ മൂത്ത, ഞാൻ പറയില്ല, നമ്മളായിട്ട് അടുപ്പമുള്ള ചേട്ടായിയുടെ സഹോദരിയുടെ മക്കൾ പറഞ്ഞ്
മാമ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു പെണ്ണുണ്ട്, നമുക്ക് ആലോചിക്കാമോ എന്ന് ചോദിച്ചു. അപ്പം മാമച്ചാർ പറഞ്ഞു, നിങ്ങൾക്കറിയാവുന്നതല്ലേ, നോക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ എന്തോ ആലോചന വന്നു. പെട്ടെന്നുള്ള ഇതായിരുന്നു കേട്ടോ, പെട്ടെന്നുള്ള ഇതായിരുന്നു. പെണ്ണ് കാണാൻ വന്നിട്ട് ഞാൻ എൻ്റെ ചേട്ടൻ്റെ മുഖം പോലും ഞാൻ അങ്ങനെ മുഖത്തൊന്നും നോക്കിയില്ല കേട്ടോ. എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ പണ്ടുള്ള ആൾക്കാർ പറഞ്ഞതുപോലെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്ക് ആളിൻ്റെ ഫേസ് തന്നെ ഞാൻ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇത് തമാശയായിട്ട് ചിരിയായിട്ടൊക്കെ തോന്നും. ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, ഉള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ പെട്ടെന്നുള്ള കല്യാണം, പുള്ളിക്ക് ഇങ്ങനെ പോകാനൊക്കെ സമയമായി. അത് ലീവിനൊക്കെ കഴിഞ്ഞൊക്കെ പോകാനുള്ള സമയമായിരുന്നു. അപ്പോൾ ഇങ്ങനെ തകർത്ത് വെച്ച് പെണ്ണ് നോക്കിക്കൊണ്ടിരിക്കെ പെണ്ണുറയ്ക്കാണ്ട് അങ്ങനെ ചുറ്റിപ്പറ്റി പെട്ടെന്ന് 1 മാസം കൊണ്ടുള്ള കല്യാണമായിരുന്നു നമ്മളെ കല്യാണം. പെട്ടെന്നുള്ള കല്യാണമായിരുന്നു. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ജീവിതം തുടങ്ങി. കല്യാണം കഴിഞ്ഞ് 2.5 മാസമായപ്പോൾ പുള്ളി പോയി കേട്ടോ. 2.5 മാസമായപ്പോഴത്തേക്ക് പുള്ളി പോയി. അപ്പോൾ ഇതിനിടയിൽ വെച്ച് ഞാൻ 2 മാസം എൻ്റെ മോനെ പ്രഗ്നൻ്റായി. 2.5 മാസമായപ്പോൾ ലീവ് കഴിഞ്ഞ് 2.5 മാസമായപ്പോൾ കല്യാണം കഴിഞ്ഞ് 2.5 മാസമായപ്പോൾ പുള്ളി പോയി. 2 മാസം മോനെ പ്രഗ്നൻ്റായി. അപ്പോൾ ഇതിനിടയിൽ ജീവിതത്തിൽ പുള്ളി എന്നെ കെട്ടുന്നതിന് മുമ്പേ പോകുമ്പോഴത്തേക്കൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവർ പോയി നല്ല രീതിയിലൊക്കെ അങ്ങ് ഗൾഫ് ജീവിതമൊക്കെ നന്നായിട്ട് പോയി. എന്നെ കെട്ടി കഴിഞ്ഞ് പോയതിന് ശേഷം ആദ്യത്തെ ഒരു അനുഭവമാണ് ഞാൻ പറയണം. ഇവിടെ നിന്ന് എല്ലാവർക്കും സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് എല്ലാവർക്കും സെറ്റായി പുള്ളി പോയി. നമ്മളെ ഇവിടുത്തെ പോലെ പെട്ടെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. ചെന്നുടനെ നമുക്ക് മറ്റേതാണെങ്കിൽ എയർപോർട്ടിൽ കയറി അറിയാൻ പറ്റും, അവിടെ ചെന്നിറങ്ങി അറിയാൻ പറ്റും. അന്ന് ആ 97 കാലഘട്ടത്തിലൊന്നും അങ്ങനെയൊന്നും നമുക്ക് ഗൾഫിലൊക്കെ ചെന്ന് അവിടെ എത്തിയെന്നൊക്കെ അറിയാനും ഒക്കെ ഇച്ചിരി പാടുള്ളൊരു കാലഘട്ടമായിരുന്നു. പെട്ടെന്നൊന്ന് ഫോൺ ചെയ്തോ ഒക്കെ പറയാനൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. അങ്ങനെ പോയി പുള്ളി ഒരു ദിവസം അന്നോ പിറ്റന്നോ ഒക്കെ എന്തോ ആണെന്ന് തോന്നുന്നു. പോയപ്പോൾ ഉണ്ടല്ലോ, അവിടെ ചെന്നിറങ്ങിയപ്പോഴത്തേക്ക് പുള്ളിയുടെ കൊണ്ടുപോയ സാധനം എല്ലാം മിസ്സിങ്ങായി. കൊണ്ടുപോയ സാധനങ്ങളെല്ലാം മിസ്സിങ്ങായി. ഒരു ഉടുതുണി പോലും കിട്ടിയില്ല കേട്ടോ. ഉടുതുണി പോലും കിട്ടിയില്ല. ഭാഗ്യത്തിന് പാസ്പോർട്ട് സംഭവമൊക്കെ പോക്കറ്റിലൊക്കെ ഇരുന്നതുകൊണ്ട് കിട്ടി. ഇവിടെ നിന്ന് കൊണ്ടുപോയ ലഗേജ് ബാഗ് മൊത്തത്തിൽ ലഗേജൊക്കെ നഷ്ടപ്പെട്ട് ഉടുതുണി പോലും ഇല്ലാത്തൊരു അവസ്ഥയിലാണ് പുള്ളി അവിടെ ചെന്നെത്തിയത് കേട്ടോ. അപ്പോൾ എനിക്ക് പിന്നെയാണ് നമുക്കത് മനസ്സിലായത് കേട്ടോ. നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ദുരന്തങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ട് ഇരിക്കണേന്ന് പിന്നെയാണ് നമ്മൾ അറിയുക. അപ്പോഴും നമ്മളൊന്നും അറിയുന്നില്ല. അപ്പോൾ അതങ്ങനെയൊക്കെ പോയി. പിന്നെ പുള്ളിക്ക് ഗൾഫിൽ പണിയും അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു പരുവത്തിൽ പോയിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ നമ്മൾ പൂർണ്ണ ഗർഭിണിയായി, പ്രസവ സമയമായി നമ്മളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയ സമയത്തുണ്ടല്ലോ, നമ്മുടെ പ്രസവിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സമയമായി കേട്ടോ. അവർ ഡോക്ടർമാർ നോക്കി, അവർ മാക്സിമം പ്രസവിപ്പിക്കാൻ നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചു. പക്ഷേ അപ്പോഴും എൻ്റെ മനസ്സ് പറയുന്നുണ്ട്, നീ പ്രസവിക്കത്തില്ല. എൻ്റെ ദേഹമൊക്കെ ഒരുമാതിരി ആവുന്നുണ്ട്, നീ പ്രസവിക്കത്തില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു. അപ്പം പ്രസവിക്കാൻ വേണ്ടി നമുക്ക് ട്രിപ്പൊക്കെ തന്ന് ഉള്ളിൽ മരുന്നൊക്കെ വയ്ക്കുന്നൊരു സംഭവമുണ്ട്, നമ്മുടെ ഗർഭപാത്രമൊക്കെ വികസിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴും മരുന്ന് വെച്ചു. അപ്പോഴും ഡോക്ടർ പറയുന്നുണ്ട് ഏതാണ്ടൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോഴും എൻ്റെ മനസ്സ് പറയുന്നുണ്ട്, നീ പ്രസവിക്കില്ല എന്ന് എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ഡോക്ടർമാർ കുറേയൊക്കെ നോക്കിയിട്ട് അവർ രാത്രി ആയപ്പോഴത്തേക്ക് അവർ പുറത്തോട്ട് വിട്ട് വെള്ളം എന്തെങ്കിലും കുടിക്കാൻ പറയും. പക്ഷേ പുറത്തോട്ട് വന്നിട്ട് എനിക്ക് ഇരിക്കാനും കിടക്കാനൊക്കെ എൻ്റെ കൂടെ ട്രിപ്പും മരുന്നുമൊക്കെ വെച്ച ആൾക്കാരെല്ലാം പ്രസവിച്ച്. ഞാൻ മാത്രം രാത്രി മുഴുവൻ വേദന തിന്ന് വേദനയെന്ന് പറഞ്ഞാൽ ഈ ഉള്ളിലൊക്കെ മരുന്ന് വയ്ക്കുന്നതിൻ്റെ ആ ബുദ്ധിമുട്ട് ഞാൻ പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയാൻ പറ്റും. ഇരിക്കാൻ വയ്യ, കിടക്കാൻ വയ്യ, നടക്കാൻ വയ്യ. എനിക്ക് അറിഞ്ഞൂടെ എൻ്റെ പൊന്നോ. ആകെ ദുരിതമൊക്കെ പെട്ടിട്ട് വീണ്ടും രാവിലെ ഡോക്ടർമാർ വന്ന് വീണ്ടും ട്രിപ്പിട്ട് അകത്തോട്ട് കയറ്റി. 11 മണിയായി 12 മണിയായിട്ടും അവസാനം ഉണ്ടല്ലോ ബ്ലീഡിങ് ആയപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ? അങ്ങോട്ടോ ഡോക്ടർമാരോട്ടോ ഇങ്ങോട്ടോ ഓട്ടം, പിടിയെന്ന് പറഞ്ഞ് വെളിയിൽ നിന്ന എൻ്റെ ചേച്ചിയും അമ്മയും അവരൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന്
അവരോട് പറഞ്ഞ് സിസേറിയൻ ചെയ്യണമെന്ന് പറഞ്ഞ് എമർജൻസി ആയിട്ട് സിസേറിയൻ ചെയ്യണമെന്ന് പറഞ്ഞ് കമ്മൽ ഊരിയ പകുതി ഊരാത്ത പകുതി അന്ന് ഇപ്പോൾ ഇത് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ സ്വർണ്ണമൊന്നും ഇടില്ലല്ലോ. പിന്നെ തല മുടി എങ്ങനെയൊക്കെ 2 സൈഡൊക്കെ കെട്ടണമല്ലോ, അങ്ങനെയൊക്കെ കെട്ടി സ്ട്രെച്ചറിലൊക്കെ എടുത്ത് കിടത്തി എങ്ങനെയൊക്കെ കൊണ്ടുപോയി നമ്മളെ സിസേറിയൻ ചെയ്ത്. അപ്പോൾ ഇത് കഴിഞ്ഞ് അപ്പോഴും എൻ്റെ മനസ്സ് പറയുന്നുണ്ട്, ഡോക്ടർമാർ പ്രസവിക്കുമെന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ മനസ്സ് പ്രസവിക്കില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രസവം കഴിഞ്ഞ് 8-10 ദിവസം അവിടെ കിടന്നു. എല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് വന്നു കേട്ടോ. പിന്നെ അന്നൊക്കെ 8-10 സിസേറിയൻ കഴിഞ്ഞ് വീട്ടിലോട്ട് വിടുന്നത്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്ന് ഇങ്ങനെ 1 ദിവസം 2 ദിവസം ഇതിനിടയിൽ എനിക്ക് ഫുഡ് വേണ്ട, ഫുഡെന്ന് കാണുമ്പോൾ അലർജി, ഫുഡെന്ന് പറയുന്നതേ ഇഷ്ടമില്ല. 1 ദിവസം 2 ദിവസം ഇങ്ങനെ കഴിഞ്ഞ് പോയി 23 പ്രസവം കഴിഞ്ഞ് ഒരു 23-ാമത്തെ ദിവസം 23-ാമത്തെ ദിവസം ഇതിനിടയിൽ നമ്മൾ അമ്പലത്തിലൊക്കെ ഉത്സവം നടക്കുന്നൊരു സമയമാണ്. അമ്പലത്തിലൊക്കെ ഉത്സവം നടക്കുന്ന സമയം എൻ്റെ സഹോദരൻ്റെ കല്യാണം കഴിഞ്ഞ ആ സമയമൊക്കെ ആയിരുന്നു. 2-3 മാസമൊക്കെ ആയി തോന്നുന്നു സഹോദരൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ ആ സമയം. അപ്പം ഇതിനിടയിൽ നമ്മൾ അമ്പലത്തിൽ ഉത്സവമായപ്പോഴത്തേക്ക് എൻ്റെ സഹോദരനും വൈഫും എൻ്റെ ചേച്ചി ഹസ്ബൻഡും അവരൊക്കെ ഉത്സവം കാണാൻ വേണ്ടിയിട്ട് രാത്രി പോകാനുള്ള തയ്യാറെടുപ്പിൽ. അപ്പോൾ ഒരു 10 മണി 9 മണി ഒക്കെ ആവുമെന്ന് തോന്നുന്നു. അപ്പോൾ അവർ പോകുമ്പോഴത്തേക്കും ഞാൻ ഹാളിലിരിപ്പുണ്ട്. അവർ പോകുന്നത് കണ്ട് അവർ പോകുമ്പോൾ ഞാൻ ഫുഡ് എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരങ്ങോട്ട് പോയി ഞാൻ ഫുഡൊക്കെ കഴിഞ്ഞ് ഞാനും കിടന്നു. അപ്പോൾ ഇതിനിടയിൽ അവരൊക്കെ എപ്പോഴും ഉത്സവം കഴിഞ്ഞൊക്കെ വന്നു. രാത്രി എപ്പോഴും അവർ ഉത്സവം കഴിഞ്ഞൊക്കെ വന്നു. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. അപ്പോൾ ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് എൻ്റെ ഉറക്കത്തിൽ ഇങ്ങനെ എൻ്റെ മൈൻഡിൽ പെട്ടെന്നൊരിത് ഞാൻ അറിയാണ്ട് യൂറിൻ പോകണമെന്ന് പോലെ എനിക്കത് തോന്നൽ കേട്ടോ. അപ്പോൾ എൻ്റെ മനസ്സിൽ ദൈവമേ എന്തോ ഇതെന്താണ് ഞാൻ അറിയാണ്ട് യൂറിൻ പോകുന്ന എന്നും പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ഉണർന്നു കേട്ടോ. ഉണർന്നപ്പോൾ എൻ്റെ ചെല്ലങ്ങളെ പെട്ടെന്ന് ഞാൻ ഉണർന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ എൻ്റെ ബെഡ് മൊത്തം ബ്ലഡ്. ഞാൻ കിടന്ന എൻ്റെ ബെഡ് മൊത്തം ബ്ലഡ്. എൻ്റെ അടുത്ത് എൻ്റെ കുഞ്ഞ് കിടപ്പുണ്ട്. തറയിൽ നോക്കുമ്പോൾ നിലത്ത് മൊത്തം ബ്ലഡ്. അപ്പോൾ ഇതിനിടയിൽ എൻ്റെ അമ്മ അടുത്ത് കിടക്കുകയാണ്, അപ്പുറത്ത് അമ്മ കിടക്കുകയാണ്. ഞാൻ പറയാം അമ്മ പെട്ടെന്ന് എണീക്ക് നോക്ക്, പിന്നീട് ഇവിടെ നോക്കാൻ പറയും. എൻ്റെ അമ്മ എണീറ്റ് നോക്കിയപ്പോൾ ഉണ്ടല്ലോ എൻ്റെ അമ്മയുടെ നിയന്ത്രണം വിട്ട് എൻ്റെ അമ്മ നിലവിളിയും കൊലവിളിയായി. അപ്പോൾ എൻ്റെ അമ്മയുടെ നിലവിളി കേട്ടിട്ട് ചേച്ചിയുടെ വീട് തൊട്ടപ്പുറത്ത്. അപ്പോൾ ചേച്ചി വീട് വെച്ച് ചേച്ചി തൊട്ടടുത്ത് താമസിക്കുകയാണ്. അപ്പോൾ എൻ്റെ സഹോദരനും വൈഫും ഒക്കെ ഉണ്ട്. അപ്പനും പുറത്ത് കിടപ്പുണ്ട്, അപ്പനും ഹാളിൽ കിടപ്പുണ്ട്. എൻ്റെ അമ്മയുടെ നിലവിളി കേട്ടിട്ട് എല്ലാവരും ഓടി വന്നു കേട്ടോ. ഓടി വന്നപ്പോൾ അപ്പോഴും എൻ്റെ മനസ്സ് കല്ല് പോലെ ഇരിക്കുന്നുണ്ട്. ഞാൻ കരയുന്നില്ല, വെപ്രാളം പിടിക്കുന്നില്ല. ഞാനൊരു ബൊമ്മ മാതിരി ഞാൻ ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ കരയുന്ന ഒന്നുമില്ല, ഒരു ബൊമ്മ മാതിരി ഞാൻ ഇരിപ്പുണ്ട്. എൻ്റെ കുഞ്ഞ് സുഖമായിട്ട് നല്ല ഉറക്കം. അപ്പോൾ എല്ലാവരും അന്ന് കണ്ടവരെല്ലാം നിലവിളി. അണ്ണൻ്റെ പെണ്ണൊക്കെ ആണെങ്കിൽ എൻ്റെ മദിനിയൊക്കെ ആണെങ്കിൽ നിലവിളിയെന്ന് വെച്ചാൽ ഈ വിളി കേട്ടിട്ട് തൊട്ടടുത്ത് ചേച്ചിയും അവരുമൊക്കെ ഓടി വന്നപ്പം പിന്നെ ഏതാണെന്ന് ആർക്ക് ഏത് ചെയ്യണമെന്ന് ഒരു എത്തും പിടിയില്ല. പെട്ടെന്നൊക്കെ വണ്ടി വിളിച്ചാൽ വരുന്ന കാലഘട്ടമാണോ. എങ്ങനെയോ ആട്ടോ എന്തൊക്കെ പിടിച്ച് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കേട്ടോ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ എനിക്കങ്ങനെ എടുക്കാനും നടക്കാനും ഒന്നുമില്ല. ആ വേഷത്തിൽ തന്നെ ഒരു പ്രസവിച്ച് നമ്മൾ വീട്ടിൽ എങ്ങനെയാണോ കിടക്കുന്നത് ആ വേഷത്തിൽ ഞാൻ കിടക്കുകയാണ്. നമ്മളങ്ങനെ പിന്നെ ആ സമയത്തൊക്കെ നമ്മൾ ഒറ്റ മുണ്ട കൊടുത്താണല്ലോ വീട്ടിൽ കിടക്കുന്നത്. ബ്ലൗസൊക്കെ ഇട്ട് ഒറ്റ മുണ്ട കൊടുത്താണ് നമ്മൾ ആ സമയത്ത് കിടക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് എങ്ങനെയെന്നൊക്കെ എന്ന് അറിഞ്ഞുകൂടാ. വണ്ടി പിടിക്കാതെയൊക്കെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോഴും നമ്മൾ ആ ഡെലിവറിയൊക്കെ ആ സമയത്ത് നമ്മൾ തൈക്കാട് ഹോസ്പിറ്റലാണ്, നമ്മുടെ തിരുവനന്തപുരം തൈക്കാട് ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടെ കൊണ്ടുപോയപ്പോഴത്തേക്ക് തന്നെ ഡോക്ടർമാർക്കേ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഡോക്ടർമാർ തുണിയാ പഞ്ഞിയാ എന്തൊക്കെയോ വാരി കയറ്റിയിട്ടൊന്നും കണ്ടവരൊക്കെ പറയുന്നുണ്ടല്ലോ പൈപ്പിൽ നിന്ന് എടുത്ത് ചാടും പോലെയാണ് ബ്ലഡ് ചാടിക്കൊണ്ട് നിന്നത്. ആരും വിചാരിച്ചില്ല കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളോട് ഈ കഥയൊക്കെ പറയുമെന്ന്. തമ്പുരാൻ എന്തോ. അപ്പോൾ അവിടെ നിന്ന് നേരെ എസ് ഐ ടിയിലോട്ട് വിട്ട് എൻ്റെ ചേച്ചിയും മദിനിയും അമ്മയും കൂട്ടത്തിലുണ്ട്. എല്ലാവരും നിലവിളിയും ഒപ്പാരിയാണ് കേട്ടോ. ഇതൊന്നും ഞാൻ അറിയുന്നില്ല.
നിലവിളി ഒപ്പാരിയാണ്. അന്ന് പ്രസവിച്ചിട്ട് 23 ദിവസം നേരെ SATയിലോട്ട് വിട്ട് SATയിൽ കൊണ്ടിട്ട് അവിടെ ചെന്ന SATയിൽ ചെന്ന് അവർക്കിതൊന്നും കൗതുകമല്ലല്ലോ. അവർ നിത്യവും കാണുന്നതില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എക്സേറ്റിലോട്ട് വിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഡോക്ടർമാർക്കൊന്നും ഒരു പുതുമയല്ലല്ലോ. ഡോക്ടർമാർ വരുന്നു പോകുന്നു. അകത്തോട്ട് ആരെയും കയറ്റത്തില്ല, കുഞ്ഞിനെ ആർക്കും പുറത്ത് കൊടുക്കത്തില്ല. അങ്ങനെയൊക്കെ കഴിഞ്ഞ് പിന്നെ എന്തൊരു മൈനർ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഇതിനിടയിൽ ബ്ലഡ് വേണം. ബ്ലഡ് കിട്ടാൻ പാടുള്ള ബ്ലഡാണ്. പിന്നെ ബ്ലഡ് ഇല്ലാണ്ട് അങ്ങോട്ടോട്ടം ഇങ്ങോട്ടോട്ടം. ഇതിനിടയിൽ ബ്ലഡൊക്കെ മാറ്റി മറിച്ചും എൻ്റെ സഹോദരന്മാരൊക്കെ എങ്ങനെ ബ്ലഡ് ചേച്ചി ആരൊക്കെ ബ്ലഡ് കൊടുത്ത് എങ്ങനെയൊക്കെ എത്രയോ കുപ്പി ബ്ലഡൊക്കെ അടച്ചെന്ന് പറയുന്നുണ്ട്. ബ്ലഡൊക്കെ അടച്ചു. അങ്ങനെ ആ കാലഘട്ടം അവിടെ കഴിഞ്ഞു പോയി. ഇതിനിടയിൽ കുഞ്ഞു എൻ്റെ അടുത്താണ് കേട്ടോ. കുഞ്ഞു എൻ്റെ അടുത്താണ്. പിന്നെ കുഞ്ഞിനെ നോക്കാൻ പാടില്ല. എൻ്റെ മുടി മൊത്തവും ബ്ലഡ് ഉണങ്ങി. കുഞ്ഞിൻ്റെ മുടി മൊത്തവും ബ്ലഡിൽ മുങ്ങി. ഞങ്ങൾ രണ്ടാളും തല സെറ്റായി. ബ്ലഡ് കൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ തലയും എൻ്റെ തലയൊക്കെ സെറ്റായി. പിന്നെ കുറേ ദുരന്തം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ആ കാലഘട്ടം അങ്ങ് കഴിഞ്ഞു പോയി കേട്ടോ. ആ കാലഘട്ടവും കഴിഞ്ഞു പോയി. കല്യാണം കഴിഞ്ഞ് പ്രശ്നങ്ങളും കാര്യങ്ങളും അങ്ങനെയായി. അപ്പോൾ ആ പ്രസവവും കാലഘട്ടമൊക്കെ കഴിഞ്ഞ്. അപ്പോൾ 16 മിനിറ്റായി കേട്ടോ. പറഞ്ഞ് കഥ തീരില്ല കേട്ടോ. കഥ വീണ്ടും 10 മിനിറ്റിൽ നിർത്താമെന്ന് വിചാരിച്ചിട്ട് നമ്മളെ ഈ 3-ാം ഘട്ടത്തിലും കഥ തീരില്ല. അപ്പോൾ അടുത്ത ഘട്ടം ഞാൻ അടുത്ത് പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പ്രസവിച്ച് 23 ദിവസം വരെയുള്ള സംഭവം നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്ത് അന്ന് ഞാൻ എല്ലാവരും പറയും കേട്ടോ, മരിച്ചു പോകുന്ന തന്നെ പറഞ്ഞു. എന്ന് വെച്ചാൽ ഒരു കിടക്കുന്ന റൂം മൊത്തവും ബെഡും ഒക്കെ ബ്ലഡെന്ന് പറഞ്ഞ് ഇതിനിടയിൽ എടുത്തുകൊണ്ട് പോയവർ എൻ്റെ ചേച്ചിയുടെ ഭർത്താവിനെയൊക്കെ കണ്ടിട്ട് എൻ്റെ കെട്ടുവിൻ്റെ വീട്ടുകാർ വന്ന് അവരൊക്കെ സ്തംഭിച്ചു കേട്ടോ. എൻ്റെ ചേച്ചിയുടെ ഭർത്താവിന് എന്നെ എടുത്തുകൊണ്ട് പോയത്. പുള്ളി ഇട്ടിരുന്ന ഡ്രസ്സും പുള്ളി മൊത്തം ബ്ലഡിൽ കുളിച്ച് നിൽക്കുന്നു. എൻ്റെ കെട്ടുവിൻ്റെ വീട്ടിൽ നിന്ന് വന്നവരൊക്കെ കണ്ട് അവർ നിലവിളി. എല്ലാവരും നിലവിളിയെന്നാണ്. ഇതൊന്നും അറിയാണ്ട് നമ്മളകത്ത് കിടക്കുന്നു. പക്ഷെ അപ്പോഴും എൻ്റെ മനസ്സ് സ്ട്രോങ് ആണ് കേട്ടോ. ഇതിനിടയിൽ വെച്ച് പിന്നീട് ആശുപത്രി കിടക്കുന്ന സമയത്ത് നമുക്ക് ബ്ലഡ് ഇഞ്ചക്ഷനൊക്കെ കൊടുത്താൽ താങ്ങാൻ പറ്റൂല കേട്ടോ. താങ്ങാൻ പറ്റൂലെന്ന് പറഞ്ഞാൽ വിറയൽ അപ്പോഴും പ്രാണം പോകുന്നുള്ള ആ ഒരവസ്ഥയായിരുന്നു. ബാത്റൂമിൽ കൊണ്ടുപോയി ബാത്റൂമിൽ ഓർമ്മയിട്ടൊക്കെ വീണ് എന്തിനു പറയാം. ഞാനായിട്ട് എൻ്റെ കുടുംബത്തിലുള്ളവർ കുറേ ദുഃഖം അനുഭവിച്ചു കേട്ടോ. അവർ കരച്ചിലും നിലവിളിയും ആ കാര്യമൊക്കെ പറയുമ്പോണ്ടല്ലോ എൻ്റെ മൂത്ത സഹോദരൻ്റെ ഭാര്യയെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല കേട്ടോ. സ്വന്തം കൂടപ്പിറപ്പുകൾ പോലും ചെയ്യാത്ത ആ ഒരിതിൽ എൻ്റെ മൂത്ത സഹോദരൻ്റെ ഭാര്യ ഒപ്പത്തിനൊപ്പം നിന്ന് കേട്ടോ. ഒപ്പത്തിനൊപ്പം നിന്ന് നമ്മളെ എന്താ പറയുക, നമ്മൾ തൂറിയത് വരെ നമ്മൾ എന്താ പറയുക. ആ സമയത്തൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മുടെ ഏത് വിഷമാവസ്ഥയിലും. അതിപ്പോൾ എൻ്റെ ഒരാൾ മാത്രമല്ല, എനിക്ക് 2 സഹോദരന്മാരുണ്ട്. 2 പേരെ ഭാര്യമാരും ഇന്നും ഈ നിമിഷം വരെയും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമുക്കൊരാപത്തെന്നോ നമുക്കൊരു വിഷമമെന്നോ കണ്ട ആ സമയത്ത് ആ സ്പോട്ടിൽ നമുക്ക് ഉപകരിക്കുന്ന 2 വ്യക്തികളാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇനി ബാക്കി കഥ അടുത്ത ഇതിൽ പറയാം കേട്ടോ. പറഞ്ഞ് ഒരുപാട് ആ സമയത്ത് എൻ്റെ ബന്ധുക്കളെല്ലാവരും ഉദവി കേട്ടോ. ഒരാൾ 2 പേരല്ല, ആ സമയത്ത് എൻ്റെ ബന്ധുക്കളെല്ലാവരും ഉദവി. എൻ്റെ മാമൻ്റെ ഭാര്യമാരായാലും പിന്നെ എൻ്റെ ഇന്നൊക്കെ നമ്മൾ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മൾ ബന്ധങ്ങളെല്ലാം വിട്ട് കാലങ്ങളും കർമ്മങ്ങളും കഴിഞ്ഞപ്പോൾ നമ്മൾ ബന്ധങ്ങളെല്ലാം വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പണ്ട് അങ്ങനെയല്ല കേട്ടോ. അന്നത്തെ കാലഘട്ടം എന്ന് പറയാം കൂട്ടായ്മയും കുടുംബക്കാരും എല്ലാം ഒരുമിച്ച് കൂടുന്നൊരു സമയമാണ്. എന്താവശ്യം വന്നാലും ഏതാവശ്യം വന്നാലും എല്ലാവരും ഒരുമിച്ച് കൂടുന്നൊരു കാലഘട്ടമാണ് ആ കാലഘട്ടം. ഇന്നാണ് അവരൊരു ഈ സമയത്ത് എൻ്റെ മാമൻ്റെ ഭാര്യയൊക്കെ നമുക്ക് ഈ അവസരത്തിൽ പറയാതിരിക്കാൻ പറ്റത്തില്ല. എൻ്റെ മാമൻ്റെ ഭാര്യ എന്ന് പറയുന്ന ആളും നമ്മുടെ മൂത്രത്തുണി വരെ അവരും കഴുകി നമ്മളെ പരിപാലിച്ച് അവരും നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയി. അപ്പോൾ അടുത്ത കഥയുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. 3-ാമത്തെ ഘട്ടവും പറഞ്ഞു തീർക്കാമെന്ന് വിചാരിച്ചിട്ട് തീർന്നില്ല. അപ്പോൾ വീണ്ടും അടുത്ത 4-ാം ഘട്ടമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അതുവരെ ടാറ്റ ബൈ ബൈ. ഇതൊക്കെ പറയുന്നത് ചിലർക്ക് ചിലപ്പോൾ ആക്ഷേപമായിട്ടൊക്കെ തോന്നി. ഇത് എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച കഥകളാണ്. അമ്മയുമായിട്ടുള്ള ബന്ധം പറയാൻ വന്നാണ് നമ്മൾ ഇതുവരെ എത്തിയത്. അപ്പം അടുത്ത ബാക്കി കഥകളുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അതുവരെ ടാറ്റ ബൈ ബൈ.